ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു അടിപൊളി രസം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് തുടങ്ങാം. രസം ഉണ്ടാക്കുന്നതിനാവശ്യമായ മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഉലുവ, ഒരു ഉണക്കമുളക്, ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ജാറിലേക്ക് 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. വല്ലാതെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം പുളി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കാം. രസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂടി ഇട്ട് കൊടുക്കാം. മസാലയുടെ പച്ചമണം പോകുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുമ്പോൾ ഒരു തക്കാളി വലുതായി കട്ട് ചെയ്തത് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ സമയം നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. രസം ഇതുപോലെ ചെറുതായി തിളച്ചു വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ നേരം തിളയ്ക്കരുത്, അപ്പോൾ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ രസം നല്ല അടിപൊളി കല്യാണത്തിന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.